നമസ്കാരം. നമ്മുടെ പ്രിയ സഹോദരി സാവരിയ കിട്ടിക്കൊള്ളണം എന്നില്ല. ഇത് ലോകോത്തര സർവകലാശാലകളിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠിക്കാം. അതിൽ ഒന്നാമത്തെ പരസ്യം ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉസ്ബെക്കിസ്ഥാൻ. ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ചെയർമാൻ ILM എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്നുള്ളതാണ് ആ സംഘടനയുടെ പേര്. അതിന്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഈ സ്ഥാപനത്തിന്റെ ഒരു ഏജന്റാണ് അദ്ദേഹം. മറ്റേ കോട്ടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ILMന്റെ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഇതൊരു പരസ്യമാണ്. ഇത് ശരിയല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയല്ല കേസ് കൊടുക്കേണ്ടത്, ഈ പരസ്യമിട്ട ഈ കോട്ടക്കല സ്ഥാപനത്തിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നു, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടിൽ ഇൽമ ഹോസ്റ്റലുകൾ. എന്താണ് ഇൽമ? അറബി വാക്ക് എനിക്ക് അറിയാൻ വയ്യ. ഇൽമ ഹോസ്റ്റലുകൾ. പക്ഷേ നമ്മൾ ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചുള്ള ഒരേ കെട്ടിടത്തിനകത്ത് താമസിക്കാനുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഇവിടെ ഇസ്ലാമിക വിവാഹങ്ങളിൽ ആണിനും പെണ്ണിനും ഒരു വേദിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വ്യത്യസ്ത വേദിയിലൂടെ വിവാഹവേദിയിലേക്ക് ഈ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നിടത്ത് പോലും വ്യത്യസ്ത വേദികളിലാണ് ഭക്ഷണം. അടുത്ത ദിവസം ഒരു കല്യാണം അവിടെ നടക്കും. വ്യത്യസ്ത വേദികളിലാണ് ആണിനും പെണ്ണിനും ഭക്ഷണം വിളമ്പുന്നത്. അതാണ് ഇസ്ലാമിക ചുറ്റുപാടെങ്കിൽ ഇസ്ലാമിക ചുറ്റുപാടിൽ പഠനം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരേ ഹോസ്റ്റലിനകത്ത് ഇവരെ ഇട്ടു? അപ്പൊ അങ്ങനെ ഇട്ടുകൊണ്ട് മതപരിവർത്തനം എന്ന ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടോ? ഈ കുട്ടി ഒരിക്കലും ഈ ഏജൻസിയുടെ കൂടെയല്ല പോയത്. ഈ മരിച്ച സാവരിയ ആ കുട്ടി ഈ പരസ്യം കണ്ടിട്ടുണ്ടാവില്ല. ആ രക്ഷിതാക്കൾ ഒരിക്കലും ഇത് ഇസ്ലാമിക അന്തരീക്ഷം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അവരെ കൊണ്ടുപോയത് തിരുവല്ല ഏജൻസിയാണ്. തിരുവല്ല ഏജൻസിയുടെ പേര് ഞങ്ങൾക്ക് കിട്ടി. അവിടെ ഈ ഇബ്നു സീന ഇല്ല ആ സ്ഥാപനത്തിന്. രണ്ട് സ്ഥാപനം ഒന്നാട്ടോ. അവർ കൊടുത്തിരിക്കുന്ന പരസ്യത്തിലും അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന രേഖകളിലും ഇബ്നു സീന എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അവരുടെ സ്ഥാപനത്തിന്റെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ. യൂണിവേഴ്സിറ്റി ഓഫ് ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ. ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന രേഖകളും അവർ കൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരും. ഇതടക്കം 3 പേര് അറിയപ്പെടുന്നത് ഈ ഒരേ സ്ഥാപനമാണ്. ഈ യൂണിവേഴ്സിറ്റി ഇൻ ബുഖാറ ഉസ്ബെക്കിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും അതേപോലെ തന്നെ മറ്റേ ഇബ്നു സീന എന്താ ബാക്കി മുഴുവൻ പേര് എനിക്ക് തോന്നുന്നില്ല, അതിലറിയപ്പെടുന്നതും വേറെ ഒരു പേരും കൂടിയുണ്ട്. ഈ 3 പേരിൽ അറിയപ്പെടുന്നതും ഒരേ സ്ഥാപനമാണ്. ഇത് ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഒരിക്കൽ ഇറങ്ങിയിരുന്നു. മലബാറിൽ അതിന്റെ ക്ലൈമാക്സ് ഒരുമാതിരിയും മറ്റു ഭാഗങ്ങളിൽ ക്ലൈമാക്സ് മറ്റൊരു മാതിരിയും. കാരണം മോഹൻലാല് പരാജയപ്പെട്ട വേദനിക്കുന്നവർക്ക് അങ്ങനെയും അപ്പൊ ആ രൂപത്തിൽ 2 ക്ലൈമാക്സ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് 3 ക്ലൈമാക്സ് ആണ് ഈ സ്ഥാപനത്തിന്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളെ പിടിക്കാൻ വ്യത്യസ്ത രൂപത്തിൽ പരസ്യം കൊടുത്ത് വ്യത്യസ്ത സ്ഥാപനങ്ങളാണ് എന്ന ധാരണ ജനിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയ സഹോദരി സാവരിയ ഉസ്ബെക്കിസ്ഥാനിൽ അതിദയനീയമായിട്ട് നിരന്തരമായ പീഡനങ്ങളേറ്റ് ശരീരം മുഴുവൻ ഇഞ്ചിഞ്ചായി തല്ലിച്ചതച്ച് ആ പെൺകുട്ടി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, സാവരിയ മതം മാറി ഇസ്ലാം മതം സ്വീകരിക്കില്ല എന്ന് ആ ലവ് ജിഹാദ് ട്രാപ്പിൽപ്പെട്ട പെൺകുട്ടി പറഞ്ഞു. നമ്മൾ ഹിന്ദുക്കൾ ഒരുപാട് സഹിഷ്ണുതയുള്ളവരാണ്. പലപ്പോഴും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുവാനും പരിശ്രമിക്കാറുണ്ട്. ഞാൻ കണ്ണടച്ചാൽ എനിക്ക് മാത്രമേ ഇരുട്ട് ബാധകമാവുള്ളൂ, ലോകത്തിൽ വെളിച്ചം അവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ ചിലത് കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ നടിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ പെൺമക്കളെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്ന ഒരു ലോബി മതേതര ഹിന്ദു സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട്. മതപരിവർത്തനം മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രണയത്തിന് ജാതിയും മതവുമില്ല. എല്ലാ കാലത്തും മനുഷ്യനായ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും തോന്നുന്നത് എല്ലാ കാലത്തുമുണ്ട്. അങ്ങനെ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ കല്യാണം കഴിച്ച് മതപരിവർത്തനം ലക്ഷ്യമല്ലാതെ ജീവിക്കുന്ന ദമ്പതികളെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ടാർഗറ്റ് അഖില ഹാദിയായാൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അഖിലയായിട്ട് എനിക്ക് സ്വീകരിക്കുവാൻ കഴിയില്ല. അഖില ഇപ്പോൾ ഉടുക്കുന്ന വസ്ത്രം ഇനി എന്റെ കൂടെ ജീവിക്കുമ്പോൾ പറ്റില്ല. അഖിലയുടെ വസ്ത്രം മാറണം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ശില്പ എന്ന പെൺകുട്ടി ഈ ഒരു ലവ് ജിഹാദ് ട്രാപ്പിൽ പെട്ടു. അവളെയും കൊണ്ട് നമ്മുടെ രാജാവിന്റെ അരികിൽ അച്ഛനും അമ്മയും വന്നു. പെൺകുട്ടി നല്ലവളാണ്. അവൾ പറഞ്ഞു,
കല്യാണം കഴിക്കുന്നുവെങ്കിൽ ഈ ഫൈസൽ എന്ന് പറയുന്ന ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. പക്ഷേ അച്ഛനെയും അമ്മയും വേദനിപ്പിച്ച് ഒളിച്ചോടി പോവില്ല. ആ കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നാണ്. അവിടെ വന്നപ്പോൾ സ്വാമിജി അവരോട് 3 കാര്യങ്ങളാണ് ആ പെൺകുട്ടിയോട് പറഞ്ഞത്, അവരോട് ചോദിക്കാൻ. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പ്രണയം ഉപേക്ഷിച്ച് കുട്ടി തിരിച്ചു വന്നു. ചോദ്യം നമ്പർ 1 ഇതായിരുന്നു: ഫൈസൽ, എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നീ മതം മാറി ഹിന്ദു ആവണം. അതായത് ഇസ്ലാമായാൽ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന നിയമമൊന്നുമില്ലല്ലോ, ഇതൊരു വൺ വേ ട്രാഫിക് അല്ലല്ലോ. അതായത് എന്നോട് നിനക്ക് ആത്മാർത്ഥമായ പ്രണയമുണ്ട് എങ്കിൽ ശില്പ എന്ന ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ നീ ഹിന്ദു ആവുക, അല്ലാതെ ശില്പ മതം മാറി ഹാദിയായാൽ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന നിയമമൊന്നുമില്ലല്ലോ. അവൻ പൊട്ടിത്തെറിച്ചു. ഒരിക്കലും പറ്റില്ലാത്ത കാര്യമാണ് ഷൗട്ട് ചെയ്തു അവൻ. അപ്പൊ 2ാമത്തെ കാര്യം ശില്പ പറഞ്ഞു: നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം. നീ മുസ്ലിമായിട്ട് ജീവിക്കും, ഞാൻ ഹിന്ദുവായിട്ട് ജീവിക്കും. നമുക്ക് സ്വസ്ഥമായിട്ട് സ്വൈരമായിട്ട് നമ്മുടെ വിശ്വാസത്തെ പിന്തുടരാം. ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടാണ്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് അമ്പലത്തിലൂടെയാണ്. അതുകൊണ്ട് എനിക്ക് മതം മാറാൻ സാധ്യമല്ല. എനിക്ക് എൻ്റെ മതം, നിനക്ക് നിന്റെ മതം. അതുകൊണ്ട് നീ ഇസ്ലാമായി എന്നതുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കുന്നതിന് എനിക്ക് തടസ്സമില്ല. പക്ഷെ എൻ്റെ മതത്തിലും വിശ്വാസത്തിലും നീ ഇടപെടരുത്, നിന്റെ വിശ്വാസത്തിലും മതത്തിലും ഞാനും ഇടപെടില്ല. അപ്പോൾ ഫൈസലിന്റെ മറുപടി ഇതായിരുന്നു: അതിനെന്റെ വീട്ടുകാർ സമ്മതിക്കില്ല. എൻ്റെ വീട്ടിൽ നീ കയറണമെങ്കിൽ നീ മതം മാറിയേ മതിയാവുള്ളൂ. അപ്പോൾ 3ാമത്തെ കാര്യം ശില്പ പറഞ്ഞു: നമുക്ക് 2 പേർക്കും മതം ഉപേക്ഷിക്കാം. ലോകത്തിൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾ മതമില്ലാത്ത രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട്, മതമില്ലാതെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും മതമില്ലാതെ ജീവിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. ജീവിക്കാൻ മതം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് മതം ഉപേക്ഷിക്കാം. ഇത് 3നും ഫൈസൽ തയ്യാറായില്ല. പെൺകുട്ടി കാര്യം മനസ്സിലായി. മതപരിവർത്തനമാണ് 1ാമത്തെ ലക്ഷ്യം. 2ാമത് പെൺകുട്ടിയെ എളുപ്പത്തിൽ ശാരീരിക ബന്ധനത്തിന് വിധേയമായി കീഴ്പ്പെടുത്തുക. ഒരു പെൺകുട്ടിക്ക് വളരെ മൂല്യമുള്ളതാണ് അവളുടെ ചാരിത്രശുദ്ധി. അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ പെൺകുട്ടി അയാൾക്ക് അഡിക്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. അയാൾ പറയുന്നത് എന്തും ചെയ്യുവാൻ തയ്യാറാകുന്നു. അങ്ങനെയാണ് നമ്മുടെ പല പെൺകുട്ടികളെയും മയക്കുമരുന്ന് ലോബികളിലും മറ്റ് പെടുത്തിക്കൊണ്ടുപോകുന്നത്. ഈ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുമ്പോൾ തന്നെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലൂടെ ഈ വീഡിയോ ഒക്കെ എടുത്തു വെക്കും. ധാരാളം വീഡിയോ കാണിച്ച് പിന്നീട് ഭീഷണിപ്പെടുത്തും. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുമെന്ന് പറയും. അങ്ങനെ ഭീഷണിക്ക് വഴങ്ങി വിധേയമായി ജീവിതം നരകതുല്യമായി ട്രാപ്പുകളിൽ പെട്ടുപോകുന്ന ദിശാബോധമില്ലാത്ത നമ്മുടെ ഹിന്ദു പെൺകുട്ടികൾ ബഹുഭൂരിപക്ഷത്തിനും വലിയ ദിശാബോധമില്ല. ആണായാലും പെണ്ണായാലും കുട്ടികൾ 2 മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടി ചുരുക്കി നാം 2 നമുക്കൊന്ന് എന്നതിലേക്ക് ചുരുങ്ങിയപ്പോൾ ആ ഏക പെൺ സന്താനത്തെ നമ്മൾ ഒരുപാട് ലാളിച്ച് വളർത്തിയിട്ടുണ്ട്. അവളുടെ ഓരോ സ്വപ്നങ്ങളും നമ്മൾ നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. അവൾക്ക് പഠിക്കാൻ വേണ്ടി ലോകത്തിൽ ഏത് രാജ്യത്തേക്കും നമ്മൾ അവളെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ലോൺ എടുത്തുകൊണ്ടും കെട്ടുതാലി വരെ പണയം വെച്ചുകൊണ്ടും പെൺമക്കളെ അവിടത്തേക്ക് അയക്കും. പക്ഷേ അവരിങ്ങനെ പല ട്രാപ്പിൽ പെട്ടുപോകുന്നു. ജീവിത മൂല്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പാറുതടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല, കൂടെ ഉറങ്ങാൻ മാരേജ് ആക്ഷൻ താലിയുമൊന്നും വേണ്ട, ഒത്തുകഴിഞ്ഞും അടുത്താൽ തമ്മിൽ ഗുഡ് ബൈ ചൊല്ലി പിരിയാം എന്ന് പറയുന്ന ഒരു സിനിമ പാട്ടുണ്ടായിരുന്നു. ഈ ഒരു പാട്ട് ജീവിതത്തിൽ പകർത്തുന്ന ധാരാളം കുട്ടികൾ, അതിന് മതമൊന്നുമില്ല, എല്ലാ മതത്തിൽപ്പെട്ടവരെയും കാണാം. പക്ഷെ ഹിന്ദു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഹിന്ദു ആൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഓവറായതുകൊണ്ട്, ധർമ്മത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തതുകൊണ്ട്, ആചാരങ്ങളിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, ഇതെല്ലാം പഴഞ്ചനാണ് എന്ന് അവന്റെ ഉള്ളിൽ SFIക്കാർ ഉണ്ടാക്കി വെച്ചതുകൊണ്ട്, അവൻ കോളേജിലും സ്കൂളിലും ചെന്നാൽ അവനെ കാത്തുകിടക്കുന്ന അവന്റെ കൾച്ചറൽ ഡാമേജ് ഉണ്ടാക്കുന്ന SFI അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്ത് തോന്നിയാസവും ചെയ്യുവാൻ അവനെ പ്രാപ്തമാക്കുന്നത് കൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ എളുപ്പത്തിൽ വഴിതെറ്റിക്കുവാൻ ഇപ്പോ സവരിയ എത്ര ദയനീയമായിട്ടാണ് മരിച്ചിരിക്കുന്നത്. കേരളത്തിലെ സാഹിത്യനായകന്മാർക്ക് ചർച്ചയില്ല. ഹരിയാനയിൽ ഒരു സീറ്റ് തർക്കത്തിന്റെ പേരിൽ ജുനൈദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹരിയാനയിൽ ചെന്നിട്ട് 10 ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി കൊടുത്തു. നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം, നമ്മുടെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. സാവരിയുടെ വീട്ടിൽ പോയോ? അവർ സന്ദർശിച്ചോ? കാര്യങ്ങൾ അന്വേഷിച്ചോ? ഇത്രയും മാരകമായി ഇഞ്ചിഞ്ചായി ചതച്ച് പീഡിപ്പിച്ച് ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട് നമ്മുടെ സാഹിത്യകാരന്മാർ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ ആ വീട്ടിൽ പോകുന്നില്ല? കൊന്നവൻ ഇസ്ലാമും കൊല്ലപ്പെട്ടവൾ ഹിന്ദു ആയിരുന്നു എന്നതാണ് ഇതിന്റെ കാരണം. ഇത് നേരെ തിരിച്ചാണെങ്കിൽ കേരളത്തിൽ വലിയ മെഴുകുതിരി പ്രളയമുണ്ടാവും. വലിയ വലിയ കഥകളും കവിതകളും സച്ചിദാനന്ദന്മാരും സുനിൽ എലടന്മാരും എഴുതും. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? നമ്മൾ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ചിന്തികൾ. നമ്മൾ ഒരിക്കലും വർഗീയവാദികളല്ല.
നമുക്ക് എല്ലാവരെയും സ്വീകരിക്കുവാൻ കഴിയുന്നവരാണ്. ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും ജൂതനെയും പാഴ്സിയെയും മതമുള്ളവരെയും ഇല്ലാത്തവരെയും സ്വീകരിക്കുവാൻ കഴിയുന്ന ആ വിശാലതയാണ് ഇവരെല്ലാം ചൂഷണം ചെയ്യുന്നത്. മതത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഇസ്ലാം ഉള്ളത്. ആ മതത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് എന്റേത് മാത്രം ശരിയെന്ന് പഠിപ്പിക്കുമ്പോൾ നിന്റേത് തെറ്റാണ് എന്ന് പറയുകയും ചെയ്യുകയും, വിഗ്രഹാരാധകന് നരകം കിട്ടുമെന്ന് പറയുന്ന, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന അവർ നമ്മുടെ പെൺകുട്ടികളെ വലവീശി പിടിക്കുന്ന ട്രാപ്പ് എത്ര നിഷേധിച്ചാലും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തേത് ജാഗ്രതയോടുകൂടി പെൺമക്കളെ വളർത്തുക എന്നുള്ളതാണ്. ലാളനേത് പഞ്ചവർഷാണി ദശവർഷാണി ശിക്ഷയേത് ശേഷം സമഭാവന. 5 വയസ്സ് വരെ ലാളിച്ച് വളർത്തണം. 5 മുതൽ 15 വയസ്സ് വരെ ശിക്ഷണം നൽകി വളർത്തണം. അങ്ങനെ 15 വയസ്സ് കഴിഞ്ഞ് പെൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് അമ്മയും അച്ഛനും മാറണം. അതാണ് സമഭാവന. അവൾ ഒരിക്കൽ നമ്മളെ പറ്റിക്കില്ല. അവളുടെ കയ്യിൽ കൊടുക്കുന്ന മൊബൈൽ ഫോൺ ഇത്തരം ട്രാപ്പുകൾക്ക് വേണ്ടി ഉള്ളതല്ല എന്ന ബോധ്യം നമുക്കും അത് തിരിച്ചു കൊടുക്കുവാൻ കുട്ടിക്കും കഴിയണമെങ്കിൽ നമ്മുടെ ഭാരതീയമായ സംസ്കാരം കുട്ടിക്ക് കൊടുക്കണം. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്തമെറ്റിക്സും പരീക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നു ട്യൂഷൻ ട്യൂഷൻ ട്യൂഷൻ. ഒരു ധാർമ്മികമായ ക്ലാസ്സിന് വിളിച്ചു കഴിഞ്ഞാൽ അന്നും ട്യൂഷനാണ്. പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി, ഒരു മുസ്ലിം ആൺകുട്ടി അവരുടെ 6 മണി മുതൽ അവർ അവരുടെ മതപഠനം ആരംഭിക്കുന്നുണ്ട്. എല്ലാ ദിവസവും മദ്രസയിലൂടെ, എല്ലാ സൺഡേ ക്ലാസ്സിലും ക്രൈസ്തവ കുട്ടികൾക്ക് അത് കിട്ടുന്നു. ഇതെല്ലാം മതം പഠിച്ച് വളർന്നിട്ടും അവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടായോ? അവര് ഏതെങ്കിലും മേഖലയിൽ താഴ്ന്നു പോയിട്ടുണ്ടോ? അപ്പൊ ധാർമ്മികമായ പഠനം, ഭഗവത്ഗീതയും രാമായണവും പഠിച്ചതുകൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ജനത ഹൈന്ദവ സമൂഹം മാത്രമാണ്. ഖുറാൻ പഠിച്ചിട്ട് എന്താണ് കാര്യമെന്ന് MBBS പഠിക്കുന്ന ഒരു മുസ്ലിം കുട്ടി ചോദിക്കില്ല. ബൈബിളിന് പഠിച്ചിട്ട് എന്താണ് കാര്യമെന്ന് IAS പഠിക്കുന്ന ഒരു ക്രൈസ്തവ കുട്ടി ചോദിക്കില്ല. പക്ഷേ ഒരു ഡിഗ്രി കഴിയുമ്പോഴേക്ക് SFIയിൽ ചേർന്ന് പ്രവർത്തിച്ച് അവൻ ചോദിക്കും, രാമനെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചും പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? PSCക്ക് ചോദ്യം വരുമോ? രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെയാണ് സാവരിയെ നമ്മളെ പഠിപ്പിക്കുന്നത്. ധാർമ്മിക ബോധമില്ലാതെ വളർത്തപ്പെടുന്ന ഒരു പെൺകുട്ടി എല്ലാ ട്രാപ്പിലും പെടും. അത് പെൺകുട്ടിയോ ആൺകുട്ടിയോ ആവട്ടെ, ഇത്തരം ട്രാപ്പുകളിൽ നിന്ന് പിന്നീട് രക്ഷപ്പെടുവാൻ കഴിയില്ല. അതുകൊണ്ട് ചെളിയിൽ ചവിട്ടിയിട്ട് കാല് കഴുകുന്നതിലും നല്ലതാണ് ചെളിയിൽ ചവിട്ടാതെ നോക്കുന്നത് എന്ന് ഹൈന്ദവ മാതാപിതാക്കൾ ഓർക്കുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.